ഇന്നിവിടുത്തെ മലയാളി അസോസിയേഷൻ്റെ പിക്നിക്കാണ്. ഞങ്ങൾ താമസിക്കുന്നിടത്തു നിന്നൊരു 10 മിനിറ്റ് ദൂരമുണ്ട് പിക്നിക്ക് നടക്കുന്നിടത്തോട്ട്. ഇപ്പോൾ കുറച്ച് ലേറ്റായി. അലബാമയിൽ നമ്മൾ ചെറിയൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് മലയാളീസായിട്ടുള്ളത്. അപ്പം എല്ലാവരും കൂടി ഇന്ന് കൂടാൻ പോകുന്നത് ഓക്ക് മൗണ്ടൻ പാർക്കിൽ. ഓക്ക് മൗണ്ടൻ ചൂസ് ചെയ്യാനുള്ള കാരണം മേ ബി ഈ അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർക്ക് പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമായതുകൊണ്ടായിരിക്കാം. ടസ്കലൂസ, മോൺഗോമറി, മൊബിൽ അങ്ങനെ അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. നമുക്കിവിടെ വളരെ അടുത്താണിത്. ഒരു 10 മിനിറ്റത്തെ ദൂരമുള്ളൂ. ഏകദേശം ഒരു 10 മൈൽസ്. ഞങ്ങളും ആദ്യം കരുതിയില്ല ഈ ഓക്ക് മൗണ്ടൻ ഇത്രയും അടിപൊളി സ്ഥലമാണെന്നും ഇത്രയും വലിയൊരു ഏരിയ ആണെന്നൊന്നും വിചാരിച്ചില്ല. ഇതിനെപ്പറ്റി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. ഒരു 12,000 ഏക്കേഴ്സ് ഉണ്ട് ഓക്ക് മൗണ്ടന്. ഇൻ്റർനാഷണൽ ബൈക്കിംഗ് അസോസിയേഷൻ്റെ ഒരു ഡെസ്റ്റിനേഷനും കൂടിയാണ്. ഇപ്പോൾ പാർക്കിലോട്ട് എൻ്റർ ചെയ്യാൻ പോവാണ്. അധികം വണ്ടികളൊന്നുമില്ല, 1-2 വണ്ടികൾ മാത്രമേ ഉള്ളൂ. വലിയ തിരക്കില്ലാന്ന് തോന്നുന്നു. ചോദിക്കുക അത്രയാണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് adults 12 to 61 5. Hi, how are you? We are 2 adults and 1 kid. Adults will be 15. Oh, okay. So the total is 15? It's 5 each, so $15. Oh, okay. പിക്നിക്ക് നടക്കുന്ന ലൊക്കേഷനിൽ ഫിലിം സോങ്സ് ഒക്കെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കാരണം കോപ്പിറൈറ്റ് അടിക്കാനും സാധ്യതയുണ്ട്, പിന്നൊന്ന് കേൾക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടിപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് ഞാൻ റെക്കോർഡ് ചെയ്ത വോയിസ് ആണ്. ഹായ്, അലബാമയിലെ മെയിൻ ആൾക്കാരാണ് ഇതൊക്കെ. നമ്മുടെ നാട്ടിലെ ചില വാക്കുകളുടെ മീനിങ് മാറി വളരെ പെട്ടെന്നാണ്. സമയം ഏകദേശം 11:30 ആയിട്ടുണ്ട്. ചിലരൊക്കെ ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ്. ഒരു സൈഡിൽ കൂടി പാചകവും നടക്കുന്നുണ്ട്. കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാം കൂടി കുറച്ച് ഗെയിംസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രിപ്പറേഷനാണ് നടക്കുന്നത്. ഗെയിം കോർഡിനേറ്റ് ചെയ്യുന്ന രഞ്ജിത്ത് എല്ലാവരെയും പിടിച്ചിരുത്താൻ ശരിക്കും ബുദ്ധിമുട്ടുന്നത് കാണാം. Team number 1 ഇവിടെയാണ്. നിങ്ങൾ സെപ്പറേറ്റ് ടീം ആവുന്നുണ്ടോ? Okay, so they are all team number 2. Okay, all silence please. Silence please. Okay, hamburger is ready. So team number 5, team number 3. Because they all know, doesn't know about Malayalam movie dialogue. കുറച്ച് ഏറ്റവും പുതിയത് ഗെയിംസ് തുടങ്ങാനുള്ള പ്ലാനിലാണ്. ടീമുകൾ ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊരു ഗെയിമാണ്. So team number 1. മൈക്കിൽ കൂടെ വിളിച്ചു പറയാതെ വെടിവഴിപാട് നടത്താൻ പറ്റും. Nobody. കുറഞ്ഞാലും വേണ്ടില്ല. ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ മലയാളം സിനിമ ഡയലോഗ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതായിരുന്നു ആദ്യത്തെ ഗെയിം. എല്ലാവർക്കും നല്ലപോലെ ആവേശം കയറിയിട്ട് അതൊരടിയിൽ കലാശിക്കാനുള്ള സാധ്യത എല്ലാം കണ്ടായിരുന്നു. പക്ഷേ ഗെയിം അടിപൊളിയായിരുന്നു. രണ്ടാമത്തെ ഗെയിം കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും നനഞ്ഞ് കുളിച്ചിട്ടുണ്ടായിരുന്നു. വാട്ടർ ബലൂൺ ക്യാച്ചിങ് ആയിരുന്നു രണ്ടാമത്തെ ഗെയിം. അതും എല്ലാവരും നന്നായിട്ട് ആസ്വദിച്ച് കളിച്ചു. അങ്ങനെ രണ്ടാമത്തെ ഗെയിമും കംപ്ലീറ്റായി. ഇടയ്ക്കൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ബാബുചാൻ്റെ കൂടെ ഫിഷിങ് ചെയ്യാൻ അടുത്തുള്ള ലേക്കിലോട്ട് പോയി. ഒന്ന് കാസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും മഴ തുടങ്ങി. ഞങ്ങൾ തിരികെ വന്ന് അപ്പോഴേക്കും എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ മഴ കാരണം പകുതി എത്തിയപ്പോഴേക്കും പിക്നിക് അവസാനിപ്പിക്കേണ്ടി വന്നു. പക്ഷേ എല്ലാവർക്കും ഓർമ്മയിൽ സൂക്ഷിക്കാൻ നല്ല കുറേ മൊമെൻ്റ് കിട്ടിയ ഔട്ടിംഗ് ആയിരുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരേക്കും ബൈ.